ഗൈസ് നിങ്ങൾ ഈ കാണുന്നില്ലേ, നിങ്ങൾ ആ കാണുന്ന ബസ് പോകുന്നില്ലേ, ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. എന്ത് ചീസിന്റെ സംതിങ് എന്താണെന്ന് പറഞ്ഞത് കഴിച്ചോളൂ. കുറി വെച്ച എറ വീഴണം, കുറിയും കൊണ്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മളെന്നൊരു ഗുണ്ടയാണ് ചെയ്യാൻ പോകുന്നത്, ഗുണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേൽ പ്രാങ്ക്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഷൂട്ടിന് പോവാണ്. നമ്മളിന്ന് പോകുന്നത് നേരെ കൊട്ടാരക്കരയ്ക്കാണ്. കൊട്ടാരക്കരയിൽ പോകാനായിട്ട് ഞാനും ഞങ്ങളുടെ വിന്നിയും കൂടെ നേരെ വണ്ടി കൊണ്ടുപോകണം. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ വണ്ടി രാവിലെ സർവീസിന് കൊടുക്കാൻ ഞങ്ങൾ ബസ്സിൽ പോവാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട പപ്സിൽ മുട്ടയില്ല എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടാക്കണം എന്നൊരു തീമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ തീമുണ്ട്. രണ്ട് നമുക്ക് ഇന്ന് നോക്കാം. ഒരു കഫേയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. പഴയ കണക്ക് പവറൊന്നും ഇല്ലെന്ന് പലരുടെയും പരാതിയുണ്ട്. പവർ ഇല്ലാത്തതല്ല സംഭവം. നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ് ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പറയാൻ പറ്റും. അതാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും പഴയ ഒരു പവർ ഇല്ലാത്തെന്ന് തോന്നുന്നത്. നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. എനിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട് നല്ല രീതി ചെയ്യണമെന്ന്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടെ വേണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കൊട്ടാരക്കരയിലേക്ക്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പുന്നൂരുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമ്മൾ വണ്ടി കൊടുത്ത് ഇനി നമുക്ക് പോകണം. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞങ്ങൾ മൈക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടൊരു സമയത്തുണ്ടല്ലോ, ഞങ്ങളുടെ മൈക്ക് ഒടിഞ്ഞ് ഇന്ന് പിടിച്ചടാ എന്ന് കാണിച്ചു കൊടുത്ത് ഗൈസ്. അതായത് ഓഡിയോ ജാക്കിന്റെ തുമ്പ് ഒടിഞ്ഞതിൻ്റെ തിരിപ്പുണ്ട്. ഇന്ന് എങ്ങനെ പോയി ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ പോകും, ഞങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഒന്ന് ചിരിച്ച് എങ്ങനെ ഗൈസ് എങ്ങനെ ഇത് എടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുല്ലൂരുള്ള പൂർണിമ എന്ന് പറയുന്ന ബേക്കറി വന്നെയാണ്. എന്തായിരുന്നു നമ്മളൊരു പപ്സും സാൻഡ്വിച്ച് ഇപ്പോൾ വരുന്നത്. എന്നെ കണ്ടിട്ട് വലിപ്പം ഉണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ചെറിയ പപ്സ് തന്നിട്ട് എനിക്ക് തന്നത് ഇത്രയും വലുതാട്ടോ. ഇതെന്തോ ചീസിന്റെ സംതിങ് എന്താന്ന് പറഞ്ഞത്, കഴിച്ചു നോക്കട്ടെ. ബ്രെഡാണോ? ബ്രെഡ് ഇവിടെ ജ്യൂസ് വന്നിട്ടുണ്ടോ? ചീസിന്റെ ഒരു പുളിപ്പുണ്ടാണ്. കൊള്ളാം. രാവിലെ കാപ്പിക്ക് ആവശ്യമില്ല, ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ഗൈസ് നിങ്ങൾ ഈ കാണുന്നില്ലേ, നിങ്ങൾ ആ കാണുന്ന ബസ് പോകുന്നില്ലേ, ബസ്സിൻ്റെ മണ്ടേ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ജെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ ബിൽഡിംഗ് കാണുന്നില്ല, ആ ബിൽഡിങ്ങിൻ്റെ അവിടെ താഴോട്ട് ഇവിടെ ഈ റോഡിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ ഷോക്കിംഗ് പ്രാങ്കും ഫിറ്റ്സ് പ്രാങ്ക്, പബ്ലിക് പ്രാങ്കുകൾ, കൂടുതലും പ്രാങ്കുകൾ എടുത്തിട്ടുള്ളതാണ്ട് ഈ കാണുന്ന ഈ റോഡിൽ കൂടി ഇങ്ങനെ നമ്മൾ എടുക്കും. ആ മണ്ടേ പ്രകാശം എന്ന് പറയുന്ന ആ ഒരു ഹെയർ ഫിക്സിങ് അല്ലേ, അതിൻ്റെ അവിടെ നിന്ന് ക്യാമറ വെച്ച് ഇങ്ങനെ റോഡിൽ എടുക്കും. ഇവിടാണ് ഇത് സത്യം പറഞ്ഞാൽ വളരെ ഓർമ്മയുള്ളൊരു സ്ഥലം എനിക്ക്. ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് ഓരോന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഈ പുനലൂര്, കുന്നിക്കോട്, അത് കഴിഞ്ഞ് കൊട്ടാരക്കര, ഇത്ര എടുത്താണ് പോകുന്നത്. ഈ കാലാവസ്ഥ ഭയങ്കര ശോകമാണ് നമുക്ക്. കാര്യം മഴയും വെയിലും ഒരുമിച്ച്, അത് കാരണം പ്രശ്നമാണ്. മഴ വേണം, യാത്ര ചെയ്യാനും പാടാണ്, വെയിലാണ് ചൂടും എടുക്കുന്നത്. എന്നാ നീ ഒന്ന് ആലോചിച്ച് നോക്കും, മഴക്കോളും ഉണ്ട്, ചൂടും എടുക്കുന്നത്, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പറയുന്ന കണക്ക് നമ്മുടെ യാത്ര നല്ല തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പറയുന്ന കണക്ക് ഒറ്റൊരു കാര്യമുള്ളൂ, കുറി വെച്ച എറ വീഴണം, കുറിയും കൊണ്ട് ഞങ്ങൾ പോവാണ്. കുറി എന്ന് വെച്ചാൽ കെണി വെച്ച എര വീഴണം, അതാണ് അതിന്റെ തമിഴാണ് കുറി വെച്ച എറ വീഴണം എന്നുള്ള. അപ്പൊ നമ്മള് കെണി വെക്കാൻ പോവാണ്, കെണിയും കൊണ്ട് പോവാണ്. കെണിയും കൊണ്ട് പോയി എരയെ പിടിച്ചിട്ട് വരാം, കുറി വെച്ച എറ വീഴണം. അപ്പൊ ഗൈസ് നമ്മള് നേരെ നമ്മുടെ കൊട്ടാരക്കരയില് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വരാനാണ്. അപ്പൊ ഞാനും പിന്നെ ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്. നെയ്മറിന്റെ ജേഴ്സി, വേൾഡ് കപ്പിന്റെ ടൈമാണ്. പുള്ളിക്കാരൻ നെയ്മറിന്റെ ഫാനാന്ന് തോന്നുന്നു കേട്ടോ, ബ്രസീലിന്റെ ആളാന്ന് തോന്നുന്നു. പുള്ളിയാണ് നമുക്കൊന്ന് വർക്ക്. ഹായ് ബ്രോ, ആദ്യമായിട്ട് നേരിട്ടാണ്. ഇവരോടെ പേരെന്ന് പറഞ്ഞേ ഫാദല്ലേ. അപ്പൊ ഫാദാണ് നമുക്കിന്ന് വർക്ക് തന്നത്. നമ്മൾ ഇനി നേരെ ഫാദിന്റെ ഇവിടെ സ്ഥലത്തേക്ക് പോകണേ. നമ്മുടെ ടീം എന്തുവാണ്, ഒരു ഗുണ്ട ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെന്നൊരു ഗുണ്ടയാണ് ചെയ്യാൻ പോകുന്നത്, ഗുണ്ട. ചേട്ടൻ ഹായ് ഒക്കെ പറഞ്ഞു കേട്ടാ. ഹലോ, ചേട്ടന്റെ പേരെന്തോ? ബൈജുവിന്റെ ഹോട്ടലിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് സ്പിന്നേഴ്സിലേക്ക് ഷൂട്ട് ചെയ്യണ്ടേ. പുള്ളിക്കാരുടെ ബാക്കിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയല്ലേ കഴിച്ച് നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം. അതായത് നമ്മള് പരിചയമില്ലാത്ത ആളുകളായിട്ട് പരിചയപ്പെടുക, അവരുമായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യുക, ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം മൊത്തം നല്ല വൈബാക്കുക. ഇതൊക്കെയല്ലേ ലൈഫിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് അടിപൊളി നിമിഷങ്ങൾ. നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കും, നമ്മളെ ജനിക്കുന്ന, ജീവിക്കുന്ന, കുറെ സമ്പാദിക്കുന്ന, കുറെ വീട്ടുകാർക്ക് കൊടുക്കുന്ന, കുറെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന, കുറെ നമ്മൾ തിന്ന. അല്ലാതെ ഇതിനകത്ത് ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിട്ട് പരിചയപ്പെട്ടിട്ട് അവരായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നേ. അതല്ലേ അതിന്റെ ഒരു രസം, ഒരു ത്രില്ല്. ബൈജുമായിട്ട് പറപ്പിച്ചിട്ടോണ്ടിരിക്കുക. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ബൈജു ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. വിന്നേഴ്സിന്റെ കുറച്ച് ഇപ്പുറത്തെ കാര്യം. പ്രാങ്ക് ചെയ്യേണ്ട ചേച്ചി അവിടെ ഉണ്ട്.
നമ്മളെ അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോയി കഴിച്ചു. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുക ഇപ്പുറത്തൊന്ന് ഇറങ്ങി നിൽക്കുക. ഇവിടെ ഇറങ്ങി നിന്നിട്ട് ചേച്ചി മാറിയിട്ട് എൻ്റെ ഭാഗത്ത് ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് നമ്മളിനി ഗുണ്ടാ പ്രാങ്ക് തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ചിന്തയല്ല, ക്യാമറ വയ്ക്കാനുള്ള പൊസിഷൻ റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ വിന്നി ഇതിൻ്റെ അകത്തോട്ട് പോവാണ്. നീ അകത്ത് കയറിയിട്ട് ക്യാമറ സെറ്റ് ചെയ്യണം. എടാ നിന്റെ കയ്യിൽ ഫോൺ ഇരിപ്പില്ലേ? നിന്റെ ഫോണിൽ നിന്ന് ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടത് നമ്മുടെ വീഡിയോ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് നമ്മുടെ സ്പിന്നേഴ്സിന്റെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവർക്കൊരു 20 വെറൈറ്റി ഓഫ് ഷവർമയുണ്ട്. അതിൽ ബീഫുണ്ട്, ചിക്കനും ഉണ്ട്. അതിന് ഒരു സ്പെഷ്യൽ ക്രിസ്പി റോള് ഒരു പുതിയൊരു ഐറ്റമാണ് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ഇത് ഗ്രീൻ ആപ്പിളും ബ്ലൂ കുറാക്കും. അപ്പൊ ഇത് 2 സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ മെക്സിക്കൻ ക്രിസ്പി റോൾ. കടിച്ചോ റോസ്റ്റഡ് ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. അടിപൊളിയാ, കൊള്ളാം. ആ പോലെ കഴിച്ചു കഴിഞ്ഞാൽ റോസ്റ്റഡ് ചിക്കൻ പോലെ അല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറിജിനൽ ഷവർമ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനം. അതിൽ ബ്ലൂ കുറാക്ക എടുക്കുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ബ്രോ, കൊള്ളാം ഗൈസ്. നിങ്ങൾ എന്തായാലും ഈ ബ്ലൂ കുറാക്ക ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇവർ ഈ മെക്സിക്കൻ റോൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വിശപ്പും ഉണ്ട്, അതാണ് നല്ല രുചിയുണ്ട്. സീസണാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ കൊട്ടാരക്കര സ്പിന്നേഴ്സിൽ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് നമ്മൾ പ്രാങ്ക് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുള്ളിക്കാരന് ഇവരെല്ലാം നമ്മുടെ കൂടെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ അടിപൊളി സ്പിന്നേഴ്സിലാണ്. നല്ല ഫുഡൊക്കെ ഇട്ട് എല്ലാവരും ഇവിടെ വരിക, ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിരുന്നു. വെറൈറ്റി ആയിട്ട് ഇനി വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ബൈ പറഞ്ഞു.